ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. വയസ്സ് 10 കഴിഞ്ഞ്. ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വെച്ച ബുക്കും പുസ്തകമാണ്. ഒന്ന് അടുക്കി ഒതുക്കി വെക്കാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. ഈ അമ്പൂസ് എവിടെ പോയി കിടക്കുവാ? ഞാൻ 2.5 കിലോമീറ്റർ ദൂരെയല്ല നിൽക്കുന്നത്. പതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം. കേട്ടാ മാത്രം പോരാല്ലോ, അനുസരിക്കാൻ കൂടെ ഉണ്ടായോ? അതിനിപ്പോ എന്തോ ചെയ്യണ്ടേ? സാറിന് സമയം ഉണ്ടെങ്കിലേ ആ ബുക്കും പുസ്തകമൊക്കെ ഒന്ന് അടുക്കി വെക്കാവോ? സമയം തീരെ ഇല്ല, എങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്യാം. 5 മിനിറ്റ് സമയം തരും. മര്യാദയ്ക്ക് അടുക്കി ഒതുക്കി വെച്ചോളൂ, ഇല്ലേ എന്റെ സ്വഭാവം മാറും. ഓന്തിനേക്കാളും വേഗത്തിൽ സ്വഭാവം മാറാനുള്ള കഴിവ് ഗൗതമിക്ക് മാത്രമേ ഉള്ളൂ. അരണേക്കാളും വേഗത്തിൽ കാര്യങ്ങൾ മറക്കുന്ന നീ തന്നെ ഇതൊക്കെ പറയണോടാ. നമ്മളിങ്ങനെ പരസ്പരം മുകഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. ഗൗതമ്മയുടെ ജോലിക്ക് പോവാ, ഞാൻ എന്റെ ജോലിക്ക് പോവാ. ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. കവിതമ്മ വിശ്വസിക്കുവോ? പറയുന്നത് നീ ആയോട് ഞാൻ എന്തായാലും വിശ്വസിക്കത്തില്ല. കവിതമ്മ പറയുന്ന കേട്ട് ഞാൻ ജോലി ചെയ്യാൻ താഴോട്ട് വന്നതാ. അപ്പനുണ്ടല്ലോ, കവിതമ്മയില്ലേ അപ്പന് പറയാറ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാൻ ഓഫ് ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ ഫാൻ ഓഫ് ചെയ്യാൻ സ്വിച്ച് തൊട്ടതുപോലെ നിപ്പിലൊരു കറക്കം. തലകറക്കമാണോ? തല മാത്രമല്ല, ഒട്ടലോടങ്ങ് കറങ്ങി. എന്നിട്ട് നോക്കുമ്പോ എന്തോ ഞാൻ ആകാശത്ത് ടൈം ട്രാവൽ ചെയ്ത് പോയതാ. അതെന്ത് ട്രാവൽ? കവിതമ്മ 90 വസന്തം ആയതുകൊണ്ട് കവിതമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നോണ്ട് അത് മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ആ സ്ഥിതിക്ക് താങ്കൾക്കൊന്ന് വിശദീകരിക്കാവോ? കവിതമ്മ, നമ്മൾ ഭാവി കാലത്തിലേക്കോ ഭൂതകാലത്തിലേക്കോ പോകുന്നതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഞാൻ പോയ 2100-ലൊക്കെ. 2100 വേണം, ഒരിച്ചിരി കുറച്ചുകൂടായോ? 2100 മനുഷ്യന്മാരൊക്കെ പക്ഷികളായിട്ട് ആകാശത്തിൽ പറക്കുക. അത് പറയാൻ ഇപ്പോഴും എന്തോരം ആളുകളോ ഓരോന്ന് പറഞ്ഞ് ഏറിലാവുന്നത്. ഇനി അവരെ എങ്ങാനും തട്ടി മോൻ ആകാശത്തുനിന്ന് 2025 താഴോട്ട് വീണതാണോ? വേണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. ഇത് കള്ളമ്മ വിചാരിക്കുന്ന ഇത് കള്ളമാണെന്നല്ലയോ, പക്ഷെ ഇത് സത്യമാ. നീ പറഞ്ഞത് കള്ളമാണെങ്കിലേ നീ ഏത് സ്വിച്ച് തൊട്ടപ്പോഴാ ട്രെയിൻ ട്രാവൽ ചെയ്തത്? എന്തിനാ കള്ളമ്മ ടൈം ട്രാവൽ ചെയ്ത് പറക്കാനാണോ? ആകാശത്തിലേക്ക് പറക്കുന്നതിന് മുമ്പേ എൻ്റെ ഭൂതകാലത്തിലേക്ക് പോയി എൻ്റെ കൂടെയുള്ള ഭൂതങ്ങളെയും ഈ കുട്ടിച്ചാത്തനെ ഒരു മര്യാദ പഠിപ്പിക്കാനുണ്ട്. കുട്ടിച്ചാത്തൻ നിന്ന് ഉദ്ദേശിച്ച എന്നെയാണോ? 2 മിനിറ്റിനുള്ളിൽ ബുക്കുകളെല്ലാം അടുക്കി വെച്ചില്ലെങ്കിൽ ഒരു ട്രെയിൻ ട്രാവൽസും ഇല്ല, നിന്നെ ഞാൻ ഇടിച്ച് ആകാശത്തിലോട്ട് പറപ്പിക്കും. പോയി ബുക്ക് അടുക്കി വെക്കടാ. ഒത്തില്ല. ബുക്ക് എവിടെ ഇരിക്കുന്ന ഗൗതമ്മേ?